നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഫോർ ഫീച്ചറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ നോക്കേണ്ട ക്വസ്റ്റ്യൻ ആണ്. CG Limited forfeited 2000 shares of rupees 10 each, fully called up, issued at a premium of 10%. അപ്പൊ ഈ ക്വസ്റ്റ്യനിലെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. പ്രീമിയത്തിലാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്. 10% ഓഫ് 10, ദാറ്റ് ഈസ് rupees 1. അപ്പൊ ഇഷ്യൂ പ്രൈസ് എത്രയായിരിക്കും? ഇഷ്യൂ പ്രൈസ് വിൽ ബി 11. 10 plus 1, 11. On which only application money of rupees 3 per share was received. ഇതില് ഫേസ് വാല്യൂ 10, പ്രീമിയം 1, സോ ഇഷ്യൂ പ്രൈസ് 11. അതില് അവർ കൊടുത്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ മണി മാത്രമാണ്. അപ്പം പെയ്ഡ് എമൗണ്ട് എന്ന് പറയുന്നത് rupees 3, ആപ്ലിക്കേഷൻ ഓൺലി. അപ്പൊ എന്തൊക്കെ കൊടുത്തിട്ടില്ല? അൺപെയ്ഡ് എന്ന് പറഞ്ഞാല് അവർ എന്തൊക്കെ കൊടുത്തിട്ടില്ല? അലോട്ട്മെന്റ് കൊടുത്തിട്ടില്ല, ഫെസ്റ്റ് കോഡും ഫൈനൽ കോഡും ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ ഇവിടെ അലോട്ട്മെന്റ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇവിടെ പ്രീമിയം കൊടുത്തിട്ടില്ല. കാരണം പ്രീമിയം കളക്ട് ചെയ്യുന്നത് അലോട്ട്മെന്റ് സമയത്താണ്. സോ ഇവിടെ അലോട്ട്മെന്റ് കൊടുത്തിട്ടില്ല. അലോട്ട്മെന്റ് ഇൻക്ലൂഡിങ് പ്രീമിയം അതും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോഡ് ഇതും കൊടുത്തിട്ടില്ല. അപ്പൊ കൊടുക്കാത്ത എമൗണ്ട് ടോട്ടൽ എത്രയായിരിക്കും? ₹8. ഇനി നമുക്ക് ആദ്യം ഫോർ ഫീച്ചറിന്റെ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യാം. അതിന്റെ ജേർണൽ എൻട്രി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ. ഇവിടെ നമ്മൾ സെക്യൂരിറ്റീസ് പ്രീമിയം കാണിക്കണം. കാരണം സെക്യൂരിറ്റീസ് പ്രീമിയം നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല. അപ്പൊ കളക്ട് ചെയ്തില്ല എന്ന് കാണിക്കണം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്ന ക്വസ്റ്റ്യൻ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ടു കോൾസൺ അരിയർ അക്കൗണ്ട്. അപ്പം ഈ ഒരു കേസിൽ, അതായത് പ്രീമിയം കൊടുക്കാത്ത കേസിൽ നമ്മൾ പ്രീമിയം കൂടി ഡെബിറ്റ് ചെയ്തിട്ട് കാണിക്കണം ജേർണൽ എൻട്രിയിൽ. നമ്മൾ ഇന്നലെ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നത് ഇതുപോലത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ എത്രയാണ് ശരിക്കും ഷെയർ ക്യാപിറ്റൽ വരിക? 2000 ഷെയർസ് ഇൻറ്റു 10 അല്ലെ? പ്രീമിയം എത്രയാ വരിക? സെക്യൂരിറ്റി പ്രീമിയം നമ്മൾ കളക്ട് ചെയ്യാത്ത പ്രീമിയം 2000 ഇൻറ്റു 1. ഇനി ഷെയർ ഫോർഫീറ്റഡ്, അവിടെ നമ്മൾ അടച്ച എമൗണ്ട് ആണ് എഴുതേണ്ടത്. 2000 ഇൻറ്റു 3, നമ്മൾ ആപ്ലിക്കേഷൻ മാത്രമേ അടച്ചിട്ടുള്ളൂ. 2000 ഇൻറ്റു 8 നമ്മൾ അടച്ചിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ക്വസ്റ്റ്യനിൽ ഫേസ് വാല്യൂ 10, പ്രീമിയം 1, അപ്പൊ ഇഷ്യൂ പ്രൈസ് 11 ആണ് വരിക. അതിൽ അവർ 3 മാത്രമേ അടച്ചിട്ടുള്ളൂ, അത് ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അലോട്ട്മെന്റ് അടച്ചിട്ടില്ല. അലോട്ട്മെന്റ് അടയ്ക്കാത്തതുകൊണ്ട് പ്രീമിയം അടച്ചിട്ടില്ല. അപ്പം പ്രീമിയം സെക്യൂരിറ്റി പ്രീമിയം എന്ന് ഫോർ ഫീച്ചറിൽ പ്രത്യേകം കാണിക്കണം. അപ്പൊ ഇതിന്റെ എമൗണ്ട് വരുന്നത് 20,000, 20,000, പിന്നെ 2,000, പിന്നെ ഇവിടെ 6,000, 16,000. അപ്പൊ രണ്ട് സൈഡ് ടോട്ടൽ 22,000 ആയി. ഇനി നമ്മൾ റീഇഷ്യൂന്റെ ജേർണൽ എൻട്രി എഴുതാൻ പോവാണ്. റീഇഷ്യൂന്റെ ജേർണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റീസ് പ്രീമിയം. ഇവിടെ സാധാരണ നമ്മൾ ജേർണൽ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റർ ഷെയർ ക്യാപിറ്റൽ എന്നാണ്. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഔട്ട് ഓഫ് ദീസ് 2000 ഷെയർസ് ഫോർഫീറ്റഡ് ചെയ്തു, അതിൽ 500 ഷെയർസ് നമ്മൾ റീഇഷ്യൂ ചെയ്യാണ്. എത്രക്ക്? ₹11. അപ്പൊ ശരിക്കും എത്രയായിരുന്നു ഫേസ് വാല്യൂ? റീഇഷ്യൂ പ്രൈസും ഫേസ് വാല്യൂ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. അത് പ്രീമിയത്തിലാണോ ഡിസ്കൗണ്ടിലാണോ പോയതെന്ന്. അപ്പൊ ഫേസ് വാല്യൂ 10 ആയ ഷെയർസിനെ നമ്മൾ 11 രൂപയ്ക്ക് റീഇഷ്യൂ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പം ₹1 എക്സ്ട്രാ എമൗണ്ട് ആണ്, അത് ഡിസ്കൗണ്ട് അല്ല. ഡിസ്കൗണ്ട് ആണെങ്കിലാണ് നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റ് ഷെയർ ക്യാപിറ്റൽ എഴുതാം. ഇവിടെ നമ്മൾ റീഇഷ്യൂ നടക്കുന്നത് പ്രീമിയത്തിലാണ്. അപ്പം പ്രീമിയത്തിൽ വന്നു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ് ടു ഷെയർ ക്യാപിറ്റൽ ടു സെക്യൂരിറ്റി പ്രീമിയം എന്നാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? 500 ഇൻറ്റു 11, 500 ഷെയർസ് ഇൻറ്റു 10, പ്രീമിയം 500 ഷെയർസ് ഇൻറ്റു 1. അപ്പൊ എമൗണ്ട് എങ്ങനെയാ? എമൗണ്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാ വരിക? 5500, then 5,500. ഇനി നമ്മള് ലാസ്റ്റ് വൺ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു
ക്യാപിറ്റൽ റിസർവ്. ക്യാപിറ്റൽ റിസർവിലേക്ക് നമ്മൾ എത്ര എമൗണ്ട് മാറ്റുന്നത്? ക്യാപിറ്റൽ റിസർവിലേക്ക് നമുക്ക് 1500 ആണ് മാറ്റാനുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ എന്തായിരുന്നു? ഓർമ്മയില്ലേ? എമൗണ്ട് ഫോർഫീറ്റഡ്. എത്രയാ? നമ്മൾ എത്ര എമൗണ്ടാ ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നത്? 6000. ഷെയർസ് ഫോർഫീറ്റഡ് എത്രയാണ് നമ്മൾ ഷെയർസ് ഫോർഫീറ്റ് ചെയ്യുന്നത്? നമ്മൾ 2000 ഷെയർസ് ആ ഫോർഫീറ്റ് ചെയ്യുന്നത്. ഇനി എത്ര ഷെയർസ് റീഇഷ്യൂ ചെയ്യുന്നുണ്ട്? റീഇഷ്യൂ ചെയ്യുന്നത് 500 ഷെയർസ്. അപ്പം 6000 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 500 വരും. അത് ചെയ്താൽ നമുക്ക് 1500 ആണ് വരിക. അത് കഴിഞ്ഞാൽ നമുക്ക് ലെസ് ഡിസ്കൗണ്ട് ചെയ്യാം. പക്ഷെ ഇവിടെ നമുക്ക് ഡിസ്കൗണ്ട് ഒന്നും ഇല്ല, നില്ലാണ് ഡിസ്കൗണ്ട്. സോ ദ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 1500 അല്ലെ? അത് തന്നെയാണ് നമ്മൾ എവിടെ എഴുതേണ്ടത്? ക്യാപിറ്റൽ റിസർവിലേക്ക് എഴുതി ചേർക്കേണ്ടത്. ഓക്കെ.